നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ മരണവും വിധിച്ചിട്ടുണ്ട്. ആ വിധി നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ലല്ലോ. ഒരാവേശത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ പരാതി കൊടുത്തതെന്ന് എനിക്കറിയാം. പിന്നെ ആ MLA സപ്പോർട്ടും. എനിക്കിപ്പോ ഒരു സസ്പെൻഷൻ കിട്ടുമായിരിക്കും, അതും അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം. അതുകൊണ്ട് മരിച്ചുപോയ ആളെ തിരിച്ചു കിട്ടുമോ? ജോണിയെ കൊണ്ട് പരാതി പിൻവലിപ്പിച്ചോളാമെന്ന് ഞാൻ DMോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അപ്പച്ചനില്ലാത്ത വിഷമം ഞങ്ങളെ അറിയിക്കാതെ വളർത്തിയത് എന്റെ ചേട്ടനായിരുന്നു. അടികൊണ്ട് വീണൊരു പട്ടിയോട് കാണിക്കുന്ന ദയവ് പോലും നിങ്ങളത് ചേട്ടനോട് കാണിച്ചില്ല. അതിന് കണക്ക് പറയിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. എന്ത് തരാമെന്ന് പറഞ്ഞാലും എത്ര അപേക്ഷിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഹലോ. ഞാനാണ്. നമുക്ക് അത്യാവശ്യമായ സ്ഥലം വരെ പോണം. ഞാൻ അതിലേ വരാം. ആ ഡോക്ടർക്കെതിരെ പരാതി കൊടുത്ത ആ പയ്യനില്ലേ, ജോണി, അവൻ ആത്മഹത്യ ചെയ്തു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇത് ആത്മഹത്യയല്ല എന്ന് പറയണം, പറയാം. കൊന്നതാണെന്ന് തെളിയിക്കണം, തെളിയിക്കാം. കൊലപാതകളെ കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കാം. മാഡം, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ശവം തൂങ്ങി നിൽക്കുന്നത് നാട്ടുകാരെല്ലാം കണ്ടതാണ്. MBBS-ഉം അങ്ങനെ പല ഡിഗ്രികളൊക്കെ പാസ്സായിട്ടുള്ള ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി സംഗതി തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി തൂങ്ങി മരിക്കാനുള്ള കാരണം സ്വന്തം സഹോദരന്റെ അകാല മരണത്തിലുള്ള ദുഃഖം, അല്ലാതെ പത്രത്തിൽ വരികയും ചെയ്തല്ലോ. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാർ. അമ്മ, അനിയത്തി, അവരുടെയൊക്കെ ഉത്തരവാദിത്തം തനിക്കാണെന്നുള്ള ബോധം അവനുണ്ടായിരുന്നു. ആ ബോധം കൂടിയപ്പോഴായിരിക്കും അവൻ ആത്മഹത്യ ചെയ്തത്. എങ്ങനെ അവരെ പോറ്റും? ഇപ്പോ ഒരു നിമിഷത്തെ തോന്നലുകൊണ്ടാണ് പല ആത്മഹത്യകളും നടക്കുന്നത്. ആ നിമിഷം കടന്നു കിട്ടിയ ചിലപ്പോൾ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞേനെ. ഇല്ല സാർ, എനിക്കറിയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. ഒരാഴ്ചക്കുള്ളിൽ 2 ആൺമക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയെ പറ്റി സാർ ഒന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഈ എവിഡൻസ് ഒക്കെ ഞാൻ ധിക്കരിക്കണമെന്നാണോ? പോലീസുകാരെ പറ്റി നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണകളേ ഉള്ളൂ. ഞങ്ങളുടെ നിസ്സഹായത ആരും മനസ്സിലാക്കുന്നില്ല. ഒരു കൂട്ടരെ അറസ്റ്റ് ചെയ്യാൻ പറയും, മറ്റൊരു കൂട്ടരെ അവരെ ഇറക്കാൻ പറയും. ഒരു കൂട്ടരെ തല്ലാൻ പറയും, മറ്റൊരു കൂട്ടരെ തല്ലിയതിന്റെ പേരിൽ ഞങ്ങളെ സ്ഥലം മാറ്റും. വയ്യാണ്ടായി. ഞാൻ ഇതുവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, സത്യം. എനിക്കുണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ. എടുത്താ പൊങ്ങാത്ത ഭാരം എടുക്കാൻ പറഞ്ഞ് എന്നെ നട്ടം തിരിക്കരുത്, പ്ലീസ്. എന്താ ഉദയ? എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇനി ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീർപ്പ് മുട്ടി ചത്തുപോകും. എന്തുണ്ടായി? അത് പറ, എന്താ കാര്യം? ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ജോണിയില്ലേ, അവനെ കൊന്നതാ. ഞാൻ കണ്ടതാ. കുറെ പേര് ചേർന്ന് അവനെ അടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വേണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്കുമോളെ. ഇനി ഒന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എല്ലാം ഞങ്ങൾ ചെയ്തോളാം. സ്റ്റേഷൻ വരെ വന്ന് കടലാസുകളിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. ഒന്നും മിണ്ടാതിരുന്ന ഈ നാട്ടിൽ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കേ ഉള്ളൂ. ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. എത്രയും വേഗം എല്ലാവരും ചേർന്ന് എന്നെ എന്റെ മോളെ ഒന്ന് കൊന്നു തരാമോ? അമ്മേ, ഞങ്ങൾ ഇനി എനിക്കുള്ളത് ആകെ ഒരു പെൺകുട്ടിയാ. അവളെ എന്റെ കൺമുമ്പിൽ വെച്ച് വെട്ടിക്കീറുന്ന ഞാൻ കാണണു. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ആരോടും ഒരു പരാതിയുമില്ല. അങ്ങനെ പറയരുതമ്മേ. പോകുന്നുണ്ടോ ഇവിടുന്ന്? ആരും പഠിക്കാറുണ്ട. ഞങ്ങൾക്കിവിടെ സുഖ, പരമസുഖ.
ഒരു MLA യുടെ ജോലി വലിയ പാടല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ ഇപ്പൊ തന്നെ ഒരാഴ്ചക്കുള്ളിൽ 2 ആളല്ലേ അവിടെ മരിച്ചത്. ആ സ്ത്രീ പരാതി ഒന്നും പറയില്ല. ഒരു കാര്യം ചെയ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് മറ്റോ കുറച്ച് തുക അവർക്കൊരു സഹായധനമായിട്ട് കൊടുക്കാൻ നോക്കൂ. അത് നടന്നില്ലെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ എന്ത് വേണമെങ്കിലും സഹായിക്കാം. തിരക്കുണ്ടാവും, കാണാം. അവര് പരാതി കൊടുക്കുന്നില്ലെന്ന് വെക്കാം. കൺമുമ്പിൽ കണ്ട കാര്യം പോലീസിനോട് എനിക്ക് പറഞ്ഞൂടെ? അതൊക്കെ അപകടമാണെന്ന് നമ്മളിപ്പോ കണ്ടില്ലേ. എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല ചേച്ചി. ചേച്ചി എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആരോട് വേണമെങ്കിലും ഇത് വിളിച്ചു പറയാം. ഉദയ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മളൊന്നും ഇവിടെ ആരുമല്ല. ഇതൊക്കെ ചെയ്തവർക്ക് ഭരണത്തിൽ സ്വാധീനമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. ഇനിയും ബുദ്ധിമോശം കാണിച്ചാൽ നഷ്ടം നമുക്കേ വരൂ. അതുകൊണ്ട് സംയമനത്തോടെ ആലോചിച്ച് വേണം എന്തെങ്കിലും ചെയ്യാൻ. എന്നാലും സമയം വരും, അതുവരെ നമ്മൾ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ. നല്ല ആളാ. ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. എപ്പോ വന്നു? രാവിലെ എത്തിയതാ. ഈ കല്യാണ സാരി ആഭരണങ്ങളും വാങ്ങാൻ രാജിയെ കിട്ടില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇവക്ക് ഒരേ നിർബന്ധം, രാജി ചേച്ചി തന്നെ സാരി സെലക്ട് ചെയ്യണം. നാത്തൂനെ മണിയടിക്കാൻ പറ്റിയ 1-ാം തരം നമ്പർ അല്ലേ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഉച്ചവരെ അവര് കാത്തിരുന്നു. പിന്നെ ഞാനാ പറഞ്ഞ സമയം കളയണ്ടെന്ന്. അവക്ക് ഇന്ന് തന്നെ പോണത്രേ. ഒരുക്കങ്ങളൊക്കെ ആയോ? ഒന്നും ആയില്ലെന്നേ. ഇവൻ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് നടക്കുമല്ലയോ. മോളി ഈ സാരി ഒന്ന് നോക്കി. ഞാനൊന്ന് മുഖം കഴിയിട്ട് വരട്ടെ, വല്ലാത്ത ക്ഷീണം. ആ, ഈ കല്യാണ സാരികൾ വാങ്ങാൻ ഇങ്ങോട്ടുള്ള വരവ് ഞാനും തുളസിയും കൂടെ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റാ. നിന്നെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി. അമ്മ പറഞ്ഞു തുണികളൊക്കെ അവിടുന്ന് വാങ്ങാന്ന്. അപ്പൊ തുളസിയുടെ ഒരു പെർഫോമൻസാ. രാജി ചേച്ചി സെലക്ട് ചെയ്തതേ ഞാൻ ഉടുക്കൂന്ന്. ബുദ്ധി ആരുടെയാ? എന്റെ. വരുന്നുണ്ടെന്നൊരു കത്തെഴുതാമായിരുന്നില്ലേ? ആ, എഴുത്തിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ എത്ര തവണ എഴുതിയതാ? 2 എണ്ണത്തിനോ മറ്റോ ആ മറുപടി വന്നത്, അതും വളരെ ഫോർമലായിട്ട്. ഓരോ തിരക്കുകളാണെന്നേ, സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല. അമ്മ പറഞ്ഞു ഊണും ഉറക്കമില്ലാതെ നടക്കുകയാണെന്ന്. വെയില് കുറെ കൊള്ളുന്നുണ്ടോ? നിറമൊക്കെ കുറഞ്ഞല്ലോ. ഇത്രയ്ക്കധികം ഇൻവോൾവ്മെന്റ് ഒന്നും വേണ്ട കേട്ടോ. വേണ്ടെന്ന് വെച്ചാൽ ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പറ്റണം. പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നീ ഒരാളല്ലേ ഉള്ളൂ MLA ആയിട്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാ നീ കൈകാര്യം ചെയ്യുന്നത്? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ശരിയാക്കി തരാം. പറ. പറഞ്ഞാലൊന്നും അത് മനസ്സിലാവില്ല. എന്നെ അത്രത്തോളം മണ്ടനാക്കല്ലേ. ഈ പറഞ്ഞ കൃഷിപ്പണിക്ക് MLA-ക്കാൾ വിവരം വേണം. ഇപ്പൊ തന്നെ പുതിയൊരു സംഭവം കേൾക്കണം. നമ്മുടെ ആ പടിഞ്ഞാറേ തൊടിയിൽ മുഴുവൻ കപ്പ നട്ടിരിക്കുക. ഒക്കെ തുരപ്പം കൊണ്ടുപോവുക. തുരപ്പനെ ഈ വലിയ എലി പെരിച്ചാഴി. ഇന്നലെയാണ് അതിനൊരു വഴിയുണ്ടെന്ന് ഒരാൾ പറഞ്ഞത്. അതായത് ഈ കപ്പ നടുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാങ്ങയിഞ്ചി നട്ടു കൊടുക്കണം. അപ്പൊ തുരപ്പം വരില്ല അത്രേ. എന്തൊക്കെ കാര്യങ്ങളാ പഠിക്കാനുള്ളേ. തുളസിയുടെ കല്യാണത്തിന് വരുമ്പം നീ ഒരാഴ്ച മുമ്പേ അങ്ങ് എത്തിയേക്കണം. എന്റെ മീൻ വളർത്തുന്ന കുളം നീ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. മീനുകളൊക്കെ വലുതായി. നിക്കുന്നേ. ഞാനിന്ന് മുഖം കഴിയട്ടെ. എന്റെ സംസാരം നിനക്ക് ബോറായി തുടങ്ങിയ? എന്താ അങ്ങനെ പറയുന്നേ? അല്ല, നിനക്ക് വല്ലാത്ത മാറ്റം ഉള്ളതുപോലെ, ആവശ്യത്തിൽ കൂടുതൽ പക്വത വന്ന പോലെ തോന്നുന്നതാ. അബദ്ധം പറ്റിയത് എനിക്കാ. എങ്ങനെ? നോമിനേഷൻ കൊടുക്കാൻ പേടിച്ച് രാത്രി നീ ഓടിപ്പോന്നപ്പോ ആരോടും മിണ്ടാണ്ട് ഞാനങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നു.